ഷമി, ഇനിയിപ്പോൾ ഏകദേശം 45 മിനിറ്റോളമാണ് ശേഷിക്കുന്നത്. എന്തായാലും പല ബൂത്തുകളിലെയും സാഹചര്യം നിലവിൽ പരിശോധിക്കുമ്പോൾ 6 മണിക്ക് ശേഷവും ക്യൂ ക്രമാതീതമായി തുടരുന്ന ഒരു നില ഉണ്ടാകില്ല എന്ന് കരുതാമല്ലേ? തീർച്ചയായും ആസിദ, ഇത് സംബന്ധിച്ച് ഈ ഒരു തിരക്ക് കുറവാണല്ലോ എന്നുള്ളത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥരോടും മറ്റ് രാഷ്ട്രീയ നേതാക്കളോടും LDFിൻ്റെ സ്ഥാനാർത്ഥി എം സ്വരാജിനോടും ഒക്കെ തന്നെ ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പോളിംഗ് ബൂത്തുകൾ ഇത്തവണ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു തിരക്ക് ഒരു പോളിംഗ് സ്റ്റേഷനിലും ഉണ്ടാകാനുള്ള സാഹചര്യമില്ല. എല്ലാവർക്കും വന്നാൽ ഉടൻ തന്നെ വോട്ട് ചെയ്ത് മടങ്ങാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ ബൂത്തുകളിലും ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മുൻകാലങ്ങളിലെ പോലെ ഒരു വലിയ ക്യൂ എങ്ങും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എങ്കിൽ പോലും രാവിലെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ നല്ല ക്യൂ ഉണ്ടായിരുന്നു. അതേസമയം തന്നെ കരുളായി അടക്കമുള്ള അമരമ്പലം അടക്കമുള്ള പഞ്ചായത്തുകളിൽ അല്പം മുമ്പ് ഞാൻ കരുളായി പഞ്ചായത്തിലെ പുള്ളിയിൽ സ്കൂളിലാണ് നിന്നത്. അവിടെ വൈകിട്ടായപ്പോഴേക്കും തീരെ ആളില്ല. ഒറ്റയ്ക്കും ഒക്കെ ഒന്നോ രണ്ടോ പേരൊക്കെ വോട്ട് ചെയ്യാൻ വരുന്ന ഒരു സാഹചര്യമാണ് അവിടെ കണ്ടത്. വരുന്നവർക്ക് ഒരു മിനിറ്റ് പോലും നിൽക്കേണ്ടി വരുന്നില്ല. പെട്ടെന്ന് തന്നെ വോട്ട് ചെയ്ത് മടങ്ങാനുള്ള ഒരു സാഹചര്യം എല്ലായിടത്തും ഒരുക്കിയിട്ടുണ്ട്. ഇതുവരെ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഏതാണ്ട് 65% പോളിംഗ് 4 മണി വരെ നടന്നിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. 5 മണിയുടെയും 6 മണിയുടെയും കണക്കൊക്കെ വരുമ്പോഴേക്കും കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തിലേക്ക് എത്തും, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ അല്പം കൂടി കൂടുതൽ വരാനുള്ള സാധ്യതയാണ്. കഴിഞ്ഞ തവണ 76% പോളിംഗ് ആണ് ഉണ്ടായിരുന്നത്. ഇത്തവണയും സമാനമായ പോളിംഗിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ വലിയ തോതിലൊരു ആവേശം എല്ലാ മുന്നണികൾക്കും ഉണ്ട്. അതുകൊണ്ട് തങ്ങളുടെ വോട്ടർമാരെ പരമാവധി പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം അവർ നടത്തുന്നുണ്ട്. മറ്റൊന്ന്, പ്രതികൂലമായ ഒരു കാലാവസ്ഥ രാവിലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒരു വലിയ ശക്തമായ മഴ ഇല്ലെങ്കിൽ പോലും നല്ല രീതിയിൽ മഴ എല്ലാ ഭാഗങ്ങളിലും പെയ്യുന്നുണ്ടായിരുന്നു. നമുക്കറിയാം, നിലമ്പൂർ ഒരു മലയോര മേഖലയാണ്. മിക്ക പഞ്ചായത്തുകളും മലയോര പ്രദേശങ്ങളിലാണ്. അവിടെ മഴയ്ക്ക് കൂടുതൽ ശക്തിയുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രതികൂലമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഏതാണ്ട് ഒരു 11 മണി മുതൽ 2 മണി വരെ നല്ല കാലാവസ്ഥയാണ്, വെയിൽ എല്ലാം ഉണ്ടായിരുന്നു. ആ സമയത്ത് പരമാവധി ആൾക്കാർ വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 2 മണി സമയത്തൊക്കെ കരുളായി ഹൈസ്കൂളിലാണ് ഞാൻ നിന്നത്. അവിടെ വലിയ തിരക്ക് അന്നേരം അനുഭവപ്പെട്ടു. അമരമ്പലം പഞ്ചായത്തിൽ പക്ഷേ അത്രയും തിരക്കുണ്ടായിരുന്നില്ല. ഓരോരുത്തടത്തും പല രീതിയിലാണ് ജനങ്ങൾ വോട്ട് ചെയ്യാനായി എത്തിയിട്ടുള്ളത്. എന്ത് തന്നെയായാലും വലിയ ഒരു ആവേശം എല്ലാ മുന്നണികൾക്കുമുണ്ട്. അത് വലിയ തോതിൽ ഈ ഒരു പോളിംഗിലും പ്രതിഫലിക്കും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് അവസാന നിമിഷങ്ങളിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും അടക്കം പങ്കുവയ്ക്കുന്നത്. തങ്ങളുടെ ആൾക്കാർ വോട്ട് ചെയ്യുന്നു എന്ന് ഉറപ്പാക്കുന്നുണ്ട് എല്ലാ മുന്നണികളും. അവരവരുടെ ബന്ധപ്പെട്ട പ്രവർത്തകരും ഒക്കെ തന്നെ അതിൻ്റെ കണക്ക് നമുക്കൊരു 6 മണി കഴിഞ്ഞ് ഈ നേരത്തെ അസദ് ചോദിച്ചതുപോലെ അങ്ങനെ ഒരു വലിയ ക്യൂ എങ്ങും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. 6 മണി കഴിഞ്ഞ് അത്രമാത്രം നീണ്ടൊരു ക്യൂവിൻ്റെയൊക്കെ സാധ്യതയില്ല. പിന്നെ അവസാന നിമിഷം ആൾക്കാർ കുറേ പേർ വോട്ട് ചെയ്യാൻ എത്തുന്ന ഒരു പ്രവണത എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ തിരക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും നിലമ്പൂരിനെ സംബന്ധിച്ച് അങ്ങേയറ്റം ആവേശകരമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. ഈ പ്രതികൂലമായ ജോലിക്കൊക്കെ പോയിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ 5 മണിക്കൊക്കെ ശേഷം പോളിംഗ് ബൂത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കൂടി പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാധ്യത കൂടി ഉണ്ട് അല്ലേ ഷമി? തീർച്ചയായും അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ മറ്റ് ജോലികൾക്കൊക്കെ പോയ ആൾക്കാർ 5 മണിക്ക് എത്തി അവർക്ക് ഈ വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു സൗകര്യമുണ്ടെങ്കിൽ പോലും ഇവിടെ ഈ അവധി ഉള്ളതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ പ്രൈവറ്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കായിരിക്കും ഈ ഒരു ആവശ്യം വരിക. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു ചെറിയ ക്യൂ വൈകിട്ട് 6 മണി കഴിഞ്ഞും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്രമാത്രമേ ഉള്ളൂ. പക്ഷേ ഒരിടത്തും ഒരു സ്ഥലങ്ങളിൽ പോലും വോട്ടിംഗ് മെഷീന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉള്ളതായി ഇതുവരെ നമുക്ക് വിവരം ലഭിച്ചിട്ടില്ല. യാതൊരു വിധത്തിലുള്ള സംഘർഷമോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നമോ എങ്ങു നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വളരെ സമാധാനപരമായ വളരെ നല്ല രീതിയിലുള്ള ഒരു പോളിംഗ് ആണ് ഇന്ന് നടന്നിട്ടുള്ളത്. എല്ലാ ആൾക്കാർക്കും അവരുടെ വോട്ട് അധികം ബുദ്ധിമുട്ടാതെ തന്നെ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങൾ നമുക്കറിയാം. VV പ്രകാശിന്റെ കുടുംബം ഇന്ന് കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചാണ് വോട്ട് ചെയ്യാൻ വന്നത്. അവർ ആദ്യം വോട്ട് ചെയ്യില്ല എന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു. UDFിന്റെ സ്ഥാനാർത്ഥി അവരെ കാണാൻ പോയില്ല എന്നുള്ള ഒരു വിമർശനം അതിശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ കുടുംബം VV പ്രകാശിന്റെ കുടുംബം വോട്ട് ചെയ്യാൻ വരില്ല എന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു. പക്ഷേ അവർ അവസാന നിമിഷം അവർ വോട്ട് ചെയ്തു. 4 മണിയോടുകൂടി അവർ വോട്ട് ചെയ്തു. പക്ഷേ കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചാണ് VV പ്രകാശിന്റെ ഭാര്യയും മകളും വന്ന് വോട്ട്
വോട്ട് ചെയ്തത്. ഇന്ന് രാവിലെ മകൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു, അച്ഛൻ ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള വളരെ വൈകാരികമായ ഒരു പോസ്റ്റാണ് ആ കുട്ടി ഇട്ടത്. അതൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നല്ല രീതിയിൽ സ്വാധീനിക്കും എന്നുള്ള ഒരു ഘടകമുണ്ട്. അല്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർലായി പഞ്ചായത്തിലെ പുള്ളിയിൽ എന്ന് പറയുന്ന സ്കൂളിൽ ഞാൻ നിന്ന് ഒരു ബൈറ്റ് എടുക്കുന്ന സമയത്ത് ഒരു UDFുമായി ബന്ധപ്പെട്ട ഒരാളാണ് ബൈറ്റിൽ സംസാരിച്ചത്. അദ്ദേഹം സംസാരിച്ച് എല്ലാം പറഞ്ഞു ഈ കർലായിലൊക്കെ UDFിന് മുൻതൂക്കമുള്ള ഒരു പഞ്ചായത്താണ്, പക്ഷേ ഇത്തവണ ഒന്നും പറയാൻ പറ്റില്ല എന്നൊരു വാക്ക് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീണു. അത് തന്നെയാണ് ഈ മണ്ഡലത്തിലെ ആകെയുള്ള സാഹചര്യം. UDFിൻ്റെ വോട്ട് വലിയ തോതിൽ, UDFിൻ്റെയും മറ്റ് കക്ഷികളുടെയും വോട്ട് വലിയ തോതിൽ എം സ്വരാജിന് ലഭിക്കും എന്നുള്ള കൃത്യമായ സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. പുതിയതായിട്ട് ഏതാണ്ട് 7000 വോട്ടർമാരാണ് ഈ മണ്ഡലത്തിൽ ഉള്ളത്. ആ വോട്ടുകൾ ഏതാണ്ട് 80% സ്വരാജിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന തെരഞ്ഞെടുപ്പ് സ്വീകരണ യോഗങ്ങളിൽ സ്വരാജിന് ലഭിച്ച ആ ഒരു സ്വീകരണവും അതുപോലെ തന്നെ യുവജനതയുടെ ഒരു ആവേശവും ഒക്കെ തന്നെ നമുക്ക് ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാകും. കഴിഞ്ഞ ദിവസം ഇന്നലെ നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമായിരുന്നു. ഇന്നലെ നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ സ്വരാജ് വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന അവസരത്തിൽ അവിടെ നമ്മൾ കണ്ടത് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ, വിദ്യാർത്ഥിനികൾ ഒക്കെ തന്നെ ഓടി സ്വരാജിൻ്റെ അടുത്തേക്ക് വന്ന് പരിചയപ്പെടുകയും ആ വോട്ട് സ്വരാജിനാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ ഒരു വലിയ സന്തോഷം നമുക്ക് കൃത്യമായി മനസ്സിലാകും. ആ വോട്ടുകൾ ഏത് രീതിയിൽ ധ്രുവീകരിക്കപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആ മുഖം കാണുമ്പോൾ തന്നെ സംശയമുണ്ടാകേണ്ട സാഹചര്യമില്ല. അങ്ങനെ എല്ലാ തരത്തിലും രാഷ്ട്രീയത്തിന് അതീതമായി വലിയ തോതിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിഞ്ഞ ഒരു സ്ഥാനാർത്ഥിയാണ് ഇത്തവണ LDFിൻ്റെ സ്ഥാനാർത്ഥി എം സ്വരാജ്. പ്രത്യേകിച്ചും സ്വരാജിൻ്റെ പ്രസംഗങ്ങൾ ഈ ഒരു 20-25 ദിവസം കൊണ്ട് വലിയ തോതിൽ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്വരാജിൻ്റെ ഓരോ പ്രസംഗങ്ങളും നമ്മളുടെ ഈ നിലമ്പൂരിലെ ഓരോ വീടുകളിലേക്കും എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ വോട്ടർമാരും സ്വരാജിൻ്റെ വാക്കുകൾ അതീവ ശ്രദ്ധയോടെ തന്നെ കേട്ടിരുന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായി സ്വരാജിനെ കാണാൻ സ്വീകരണ സ്ഥലങ്ങളിലേക്ക് വലിയ തോതിൽ അമ്മമാരും സഹോദരിമാരും അടക്കമുള്ളവർ എത്തുന്ന ഒരു കാഴ്ച. കാരണം സാധാരണഗതിയിൽ രാഷ്ട്രീയ പ്രസംഗങ്ങളിലൊന്നും അധികം താല്പര്യം കാണിക്കില്ലാത്ത ഒരു വിഭാഗം, ഈ വീട്ടമ്മമാരായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തിരി പ്രായമൊക്കെയുള്ള അമ്മമാരൊക്കെ തന്നെ പക്ഷേ സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് വരികയും അതുമാത്രവുമല്ല ഈ സ്വീകരണ കേന്ദ്രങ്ങൾക്ക് ഇടയിലുള്ള പ്രദേശങ്ങളിൽ സ്വരാജിനെ കാണാൻ ഈ അനൗൺസ്മെന്റ് കേട്ടുകൊണ്ട് ഈ അമ്മമാരൊക്കെ തന്നെ വന്ന് നിൽക്കുകയും അവരുടെയൊക്കെ കയ്യിൽ എന്തെങ്കിലും പൂവോ ചെറിയ ഷാളോ ഒക്കെ തന്നെ അവർ കരുതിയിട്ടുണ്ടാകും. അത് സ്വരാജിന് കൈമാറുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ വഴികളിലൊക്കെ തന്നെ ഇങ്ങനെ നിൽക്കുന്ന അമ്മമാരുടെ ഒക്കെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വലിയ തോതിൽ ജനങ്ങളുടെ ഒരു വോട്ട് സ്വരാജിലേക്ക് വരും എന്നുള്ളതാണ്. അതുമാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു വികസനത്തിന്റെ വിഷയങ്ങളാണ് സ്വരാജ് എപ്പോഴും തന്റെ പ്രസംഗങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ശരിയാണ്, നമുക്ക് അത്തരം വിഷയങ്ങളിലേക്ക് വരാം. എന്തായാലും സമാധാനപരമായി ഈ പോളിംഗ് പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനിഷ്ട സംഭവങ്ങൾ ഒരിടത്തു നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ 60% കടന്നിട്ടുണ്ട്. ഇനി ഏകദേശം 40 മിനിറ്റ് കൂടിയാണ് ശേഷിക്കുകയും ചെയ്യുന്നത്.